നെടുമ്പാശ്ശേരിയിലെ ഐവിനെ കൊല്ലാൻ കാരണം വീഡിയോ പകർത്തിയതിലെ പ്രകോപനമെന്ന് CISF ഉദ്യോഗസ്ഥൻ മോഹന്റെ മൊഴി. നാട്ടുകാർ എത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും രണ്ടാം പ്രതി മോഹൻ മൊഴി നൽകി. ഐവിൻ കാറിന് മുന്നിൽ നിന്ന് വീഡിയോ പകർത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ യുവാവിനെ മർദ്ദിച്ചു. ഇതിനുശേഷമാണ് വാഹനം മുന്നോട്ടെടുത്തത്. താനാണ് ആദ്യം വാഹനം മുന്നോട്ടെടുത്തത്. ഇതിനുശേഷമാണ് വിനയ് കുമാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയത്. സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് വീട്ടിലെത്തി പതിവ് പോലെ ജോലിക്ക് പോകാൻ ശ്രമിച്ചു. ഓഫീസിൽ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ലെന്നും CISF ഉദ്യോഗസ്ഥൻ പറയുന്നു. അതേസമയം മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. CISF ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് തർക്കത്തിന് കാരണമായത്. ഐവിന്റെ കാറിൽ CISF ഉദ്യോഗസ്ഥരാണ് വാഹനം ഇടിപ്പിച്ചത്. ഇത് ചോദ്യം ചെയ്താണ് സംഘർഷത്തിൽ കലാശിച്ചത്. കേസിൽ പ്രതികളായ CISF SI വിനയ് കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇരുവർക്കുമെതിരെ CISF ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഐവിന്റെ കൊലപാതകം ഗൗരവമായ സംഭവമാണെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ നെടുമ്പാശ്ശേരിയിലാണ് സംഭവമുണ്ടായത്. തുറവൂർ സ്വദേശി ഐവിൻ ജിജോയും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇതാണ് ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്.